നിങ്ങൾ കരച്ചിൽ അവസാനിപ്പിക്കുക. വിനീഷ്യസ് ജൂനിയറിനോട് മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ്. സ്റ്റേഡിയത്തിൽ ഉയർന്ന ബാനർ അതിനൊരു അർത്ഥമില്ലാതായി പോയി. മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് തമ്മിലുള്ള മത്സരം അല്ലേ, വിനീഷ്യസ് ജൂനിയർ പക്കയായിട്ട് അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ്. മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് അദ്ദേഹം നേടിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നിൽ ആ ഒരു നേട്ടം ഉയർത്തി കാണിച്ചു വിനീഷ്യസ് ജൂനിയർ. അതാണ് പവർ. അത് തന്നെയാണ് ഇതുപോലുള്ള ഫാൻസിൻ്റെ മുന്നിൽ ഇതുപോലുള്ള ഫാൻസിന് മറുപടി കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ട രൂപത്തിൽ തന്നെ വിനീഷ്യസ് ജൂനിയർ കൊടുത്തു കഴിഞ്ഞു. 3-2 ഒരു മികച്ച ഒരു ഗംഭീര മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ആദ്യത്തെ കാര്യം. അടിക്കലും തിരിച്ചടിക്കലും. ഹാലൻഡിൻ്റെ ഗോളോട് കൂടി മുന്നിൽ നിന്ന മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവസാനം തൻ്റെ സ്റ്റേഡിയത്തിൽ റയൽ മാഡ്രിഡിന് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വന്നു. മിനിമം ഒന്ന് ആലോചിക്കുക. വിനീഷ്യസ് ജൂനിയറിൻ്റെ ട്രോൾ ചെയ്ത് പോട്ടെ, മാഞ്ചസ്റ്റർ സിറ്റി അല്ല ഏത് ടീമാണെങ്കിലും റയൽ മാഡ്രിഡിനോട് മത്സരിക്കുമ്പോൾ അത് ചാമ്പ്യൻസ് ലീഗ് ടൂർണമെൻ്റ് ആണോ, ചാമ്പ്യൻസ് ലീഗ് മത്സരമാണോ എങ്കിൽ റയലിനോട്ട് മുട്ടാൻ വരുമ്പോൾ ഒന്ന് നല്ലോണം ആലോചിക്കണം. ലീഗ് മത്സരങ്ങളാണെങ്കിൽ പോട്ടെ, മറ്റുള്ള ഏതെങ്കിലും ടൂർണമെൻറ്റുകളൊക്കെ ആണെങ്കിൽ പോട്ടെ, ചാമ്പ്യൻസ് ലീഗിൽ ഒരു 1.5 മുതലാണ് റയൽ മാഡ്രിഡ്. അതാണ് ഇത്രയും കാലം റയൽ നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളത്. സ്റ്റേഡിയത്തിൽ ഉയർന്ന ബാനർ അതിനെ സൂചിപ്പിക്കുന്നു. കാരണം വിനീഷ്യസ് ജൂനിയറിന്റെ ബാലൺ ഡി ഓറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ്രിക്ക് അർഹിച്ചിരുന്നില്ല എന്നുള്ള പല കോണുകളിൽ നിന്നും സംസാരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് റോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ആ ബാനർ അവിടെ പൊന്തിയത്. മത്സരത്തിന് മുന്നേ തന്നെ ആ ബാനർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സിറ്റി ഫാൻസ് ആ ബാനർ പൊന്തിക്കും ഗ്യാലറിയിൽ എന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു മറുപടിയായിട്ട് സിമ്പിളായിട്ട് റയൽ മാഡ്രിഡ് ജയിച്ചു. വിനീഷ്യസ് ജൂനിയർ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടി. ഈ ഒരു മത്സരത്തിന് ശേഷം ബാനറുമായി ബന്ധപ്പെട്ട് വിനീഷ്യസ് ജൂനിയർ സംസാരിക്കുകയും ചെയ്തു. അവരുടെ ബാനർ ഞാൻ കണ്ടു, അത് എന്നെ കൂടുതൽ കരുത്തനാക്കി. എതിർ ആരാധകർ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് മികച്ച കളി കാഴ്ചവെക്കാൻ കഴിയും, ശക്തി കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഓപ്പോസിറ്റ് താരങ്ങൾ ഫാൻസൊക്കെ ഒന്നുകൂടി പ്രലോഭിപ്പിച്ചാൽ ഒന്നുകൂടി എനിക്ക് ആവേശം കൂടും എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അങ്ങനെ തന്നെയാണ് ഒരു പ്ലെയർ ആറ്റിറ്റ്യൂഡ് വേണ്ടത്. അല്ലാതെ ഓപ്പോസിറ്റ് ഫാൻസൊക്കെ എന്തെങ്കിലും കാണിച്ച് തളർത്തി കഴിഞ്ഞാൽ തളരേണ്ടതല്ല ഒരു ക്വാളിറ്റി താരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു താരത്തിനെതിരെ അങ്ങനെ പൊന്തിച്ചപ്പോൾ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഏതായാലും റയൽ മാഡ്രിഡിനോട്ട് തൻ്റെ തട്ടകത്തിൽ തന്നെ പെപ്പ് ഗാർഡിയോളക്കും ഹാലൻഡിനും അടിയറവ് വെക്കേണ്ടി വന്നു. ഫാൻസിനും ഒരു 1.5 അടിയാണ് തിരിച്ചു കിട്ടിയത്. വിനീഷ്യസും കൂട്ടരും ആഞ്ചലോട്ടിയും കൂട്ടരും അല്ലേ.